ഗോവയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി കോൺഗ്രസ്. 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചോദാൻകർ പറഞ്ഞു. മനോഹർ പരീക്കർ നിയമസഭയിലെ 5 എംഎൽഎമാർ കോൺഗ്രസിനൊപ്പം ചേരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഏറെ ദിവസത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഗോവയിൽ ബിജെപി ഇത്തവണ സർക്കാർ രൂപീകരിച്ചത്. രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് ബിജെപി ഗോവയിൽ കാട്ടിയതെന്ന ആരോപണങ്ങൾ വിട്ടുമാറുന്നതിന് മുമ്പാണ് സർക്കാർ വീണ്ടും പ്രതിസന്ധി നേരിടുന്നത്. ഷിരോദ, മാന്ദ്രയം തുടങ്ങിയ 2 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇവിടെ നിന്നും ജയിച്ച 2 കോൺഗ്രസ് എംഎൽഎമാർ ബിജെപി പാളയത്തിൽ ചേർന്നതാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമുണ്ടാക്കിയത്. നിലവിൽ ബിജെപിക്കൊപ്പമുള്ള 5 എംഎൽഎമാർ കോൺഗ്രസുമായി സഹകരിക്കുമെന്നും സർക്കാരിനുള്ള പിന്തുണ എംഎൽഎമാർ പിൻവലിച്ചാൽ കോൺഗ്രസ് ഗോവയിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. So we are confident immediately after these bypolls we will able to form the government. Actually we were supposed to form the government because some people from the government were in touch with us, and that is the reason why the BJP leaders have paid huge amount of money to these 2 traitors. നിലവിൽ കോൺഗ്രസിനൊപ്പം 12 എംഎൽഎമാരാണ് ഉള്ളത്. അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സ്വകാര്യ സന്ദർശനത്തിനായി ഗോവയിലെത്തി. മുഖ്യമന്ത്രി മനോഹർ പരീക്കർ അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനാൽ ഗോവയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാണെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് രാഷ്ട്രീയ പ്രതിസന്ധി ബിജെപിക്ക് വിനയാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.